ഈ വീഡിയോ കണ്ടിന്യൂഷൻ ആണ് പ്രീവിയസ് വീഡിയോൻ്റെ. ഓക്കെ, അതായത് നമ്മൾ ഡെറിവേഷനിലാണ് നിർത്തിയിരുന്നത്. അവർ മണ്ടെന്ന് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജീൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു ഫോർ എൻ ഇലക്ട്രോൺ, റൈറ്റ്. ഒബ്വിയസ്ലി അതിന് മുമ്പ് റേഡിയസും വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ഇതൊക്കെ നിങ്ങൾ ക്ലബ് ചെയ്ത് എഴുതണമായിട്ട്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ ഈസ് മൈനസ് ഡബിൾ ഓഫ് കൈനറ്റിക് എനർജി, റൈറ്റ്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇൻവേഴ്സ് മാത്രമാണ് ടോട്ടൽ എനർജി. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജീനെ എനിക്ക് ഇങ്ങനെ ഇവിടെ എഴുതാം. ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾ എഴുതിയ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്യുക, ഞാൻ എഴുതണത് ശരിയാണോ എന്നുള്ളത്. ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് ടോട്ടൽ എനർജി. ഇതിങ്ങനെ എഴുതി വെക്കുന്നത് ഉപകാരമായിരിക്കും, കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒറ്റ ഭാഗം മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആവണ്ടാ, റൈറ്റ്? എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ, റൈറ്റ്? I hope you remember the potential energy equation. Potential energy equation is equal to minus m divided by 4, right? What is z squared e raised to 4 n squared h squared epsilon naught square, right? ഇതിൻ്റെ കൂടെ ഒരു 1/2 അല്ലേ? കൈനറ്റിക് എനർജി വിൽ ബി ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, മൈനസ് ഹാഫ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ 8 വരും, ഇവിടെ പ്ലസ് വരും. ഇതെന്തായി കൈനറ്റിക് എനർജി, റൈറ്റ്? ആ പ്ലസ് മാറ്റിയിട്ട് അവിടെ മൈനസ് ആക്കി കഴിഞ്ഞാൽ എന്തായി, അത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷനായി, കേട്ടല്ലോ, റൈറ്റ്? അപ്പോൾ ഇത് ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ, ഒരു വഴിയില്ല. ഇനി എളുപ്പ വഴിയായിട്ട് ഞാൻ ടോട്ടൽ എനർജി ഒന്നുകൂടി എഴുതാണ്. ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ മൈനസ് എം സെഡ് സ്ക്വയേർഡ് ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എച്ച് സ്ക്വയേർഡ് എപ്സിലോൺ സ്ക്വയേർഡ് എൻ സ്ക്വയർഡ് ആണ് കേട്ടോ. അതിൽ നമുക്കറിയാവുന്ന വാല്യൂസ്, മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം, റൈറ്റ്? എല്ലാം വാല്യൂസ് അറിയുന്ന വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് -13 ഈക്വൽ ടു -13.6 സെഡ് സ്ക്വയേർഡ് ബൈ എൻ സ്ക്വയേർഡ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇത് അത്യാവശ്യമാണ് കേട്ടോ പ്രോബ്ലംസിൽ. ദറ്റ് ഈസ് എ ടോട്ടൽ എനർജി, മൊത്തം എനർജി ഓഫ് എൻ ഇലക്ട്രോൺ, റൈറ്റ്? ക്ലിയർ? ഓഫ് എനി ആറ്റം, ഏതൊരു ആറ്റത്തിൻ്റെയും ഇലക്ട്രോണ് ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള എനർജി, അതായത് എനർജി ലെവലിൻ്റെ ഇക്വേഷൻ എന്ന് വരെ എഴുതാറുണ്ട്. അതായത് ദിസ് ഇസ് ഇക്വേഷൻ ഫോർ എനർജി ഓഫ് nth ഓർബിറ്റ്. ഒരു ഓർബിറ്റിൻ്റെ എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ലെവലിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇത് അത്യാവശ്യമാണ് കേട്ടോ. കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഇതേ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഇത് ഇലക്ട്രോൺ വോൾട്ടിലല്ലേ? ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് ജൂൾസും ഉണ്ട്, റൈറ്റ്? അതും ചോദിക്കാറുണ്ട്. അതിൻ്റെ വാല്യൂ -12.8 മൈനസ് ഉണ്ട് ഇൻറ്റു 10⁻−18, സോറി മൊബൈൽ ശബ്ദം ഉണ്ടാക്കിയതിന്, സെഡ് സ്ക്വയർഡ് ബൈ എൻ സ്ക്വയർ. ക്ലിയർ? ദിസ് ഇസ് ഇൻ ജൂൾസ്, ദിസ് ഇസ് ഇൻ ഇലക്ട്രോ വോൾട്ട്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എനർജി ഓഫ് nth ഓർബിറ്റ്. ഒരു കൊച്ച പോട്ടെ, ഇത് എഴുതി. ഇനിയിപ്പോൾ ഇതേ കാര്യം നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഗ്രൗണ്ട് ലെവലിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കേസാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ്, അല്ലെങ്കിൽ വേണ്ട എല്ലാ ലെവലും, അതായത് എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, എനർജി ഓഫ് സെക്കൻഡ് ഓർബിറ്റ്, അങ്ങനെ നമുക്കൊരു 5th ഓർബിറ്റ് വരെ അല്ല, നമുക്ക് 2-3 ഓർബിറ്റിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചാൽ ബാക്കിയൊക്കെ ഞാൻ വാല്യൂസ് പറഞ്ഞുതരാം കേട്ടോ. ചിലതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണമെന്നും ഞാൻ പറയും കേട്ടോ. ഹൈഡ്രജൻ ആറ്റത്തിന് എൻ്റെ എല്ലാ എനർജിയും ലെവലും പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, റൈറ്റ്? അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 1, റൈറ്റ്? സോ E1, അതിൻ്റെ ഇടയിൽ എന്തൊരു പെട്ടെന്നൊരു പോടാം. ദാറ്റ് ഈസ് എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ്, ഓർ ക്യാൻ സേ ഗ്രൗണ്ട് സ്റ്റേറ്റ്, റൈറ്റ്? ഈസ് ഈക്വൽ ടു -13.6 സെഡ് സ്ക്വയേർഡ് ബൈ എൻ സ്ക്വയർഡ് ആണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ അവിടെ ഞാൻ സെഡ് സ്ക്വയേർഡിൻ്റെ അവിടെ ഇനി എന്ത് എഴുതാൻ പോവാ, 1 സ്ക്വയേർഡ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, n 1 ആയിരിക്കും, 1 സ്ക്വയർഡ് ബൈ 1 സ്ക്വയർഡ്, അല്ലെങ്കിൽ എനിക്ക് എഴുതാം -13.6 ഇലക്ട്രോൺ വോൾട്ട്, റൈറ്റ്? എനർജി ഓഫ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റ് എന്താ, -13.6 സെഡ് സ്ക്വയർഡ് 1 സ്ക്വയർഡ് ആയിരിക്കും, ഡിവൈഡ് ബൈ എൻ സ്ക്വയർഡ് എന്താവും, 2 സ്ക്വയർഡ് ആവും അല്ലേ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -3.4 ഇലക്ട്രോൺ വോൾട്ട്, റൈറ്റ്? E3, that is the energy level. ഇത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്ത മാതിരി തന്നെ നിങ്ങൾക്ക് എഴുതാം, -13.6 1 സ്ക്വയർ ഡിവൈഡ് ബൈ 3 സ്ക്വയർ എന്ന് വരും. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റഡ് ആണ് 1.5 ഇലക്ട്രോൺ വോൾട്ട്. ഇതേമാതിരി E4 ഇസ് ഈക്വൽ ടു
മൈനസ് 0.85 ഇലക്ട്രോൺ വോൾട്ട്. ഈ E3 എന്ന് പറഞ്ഞാൽ തേർഡ് എനർജി ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇതെന്താ ഫോർത്ത് എനർജി ലെവൽ ആൻഡ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആവുണ്ടല്ലോ. അതേമാതിരി E5ൻ്റെ വാല്യൂ ഏതാണ്ട് മൈനസ് 0.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E6ൻ്റെ വാല്യൂ മൈനസ് 0.37 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. E6 അല്ലേ, സോറി, E7 ദാറ്റ് ഇസ് സിക്സ് എക്സൈറ്റഡ് ലെവൽ ഈസ് മൈനസ് 0.27 ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്. ഇതെല്ലാം വാല്യൂസ് പഠിച്ചു വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്, ഉത്തമമായ കാര്യം. ക്ലിയർ ആവണ്ട. അതായത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് വരച്ചുകയാണെങ്കിൽ, ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് ലെവലിലുള്ള ഇലക്ട്രോൺ ഉണ്ടാവുക മൈനസ് 13.6 ആയിരിക്കും. തൊട്ടപ്പുറത്തിലുണ്ടാവുക മൈനസ് 3.4 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റത്തേൽ മൈനസ് 1.51 ആൻഡ് ഗോസ് ഓൺ. ക്ലിയർ. അപ്പോൾ നമുക്കൊരു വാല്യൂസ് നോക്കി രണ്ടെണ്ണത്തിൻ്റെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, അടുത്തത് എഴുതിയതൊന്ന് ബാക്കിലേക്ക് പോട്ടെ. ഓക്കെ, റൈറ്റ്. ഈ ലെവൽസ് നോക്കിയോളൂ. ആദ്യം 13.6 കഴിഞ്ഞിട്ട് പിന്നെ 3.4 വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒന്നും വാല്യൂസ് വരുന്നില്ല കേട്ടോ. സോ ഡിസ്റ്റിങ്ക്റ്റ് എനർജി ലെവൽസ് ആണ് വരുന്നത്. രണ്ടും ഒരേ പോയിന്റാണ് മാർക്ക് ചെയ്തത്. ഇവിടെയാണ് കേട്ടോ. റൈറ്റ്. ഇത് ഈ ഓർബിറ്റിൻ്റെ ന്യൂക്ലിയസ് ഒന്നും ഡാർക്ക് ചെയ്ത് വരയ്ക്കുക, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ന്യൂക്ലിയസ് ഫസ്റ്റ്, ദിസ് ഇസ് സെക്കൻഡ് ആൻഡ് ദിസ് ഇസ് തേർഡ്. ക്ലിയർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വലുതാണ്, പക്ഷേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഓരോ എനർജി ലെവൽ വരുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി ലെവൽസ് കുറഞ്ഞു വരികയാണ് കേട്ടോ. ഇനി ഈ കറസ്പോണ്ടിങ് നമ്മൾ റൗണ്ട് ഓർബിറ്റലായി വരച്ചതിന് ഈ എനർജി ലെവൽസിനും നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇതിൻ്റെ ബേസിൽ വാല്യൂസ് ഇടുന്നില്ല കേട്ടോ ഞാൻ. നോക്കിയേ, അതായത് ഇത് എനർജീസിൻ്റെ, ഇത് എൻ, അതായത് ലെവൽ n = 1ൻ്റെ എത്രയാണെങ്കിൽ അതിനെ കഴിഞ്ഞിട്ട് കണ്ടോ 3.4, ഇത് മൈനസ് 13.6 വേണമെങ്കിൽ എഴുതാം, തെറ്റൊന്നുമില്ല. പിന്നെ വരുന്നത് മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മൈനസ് 1.151 അല്ലേ. അത് കഴിഞ്ഞിട്ട് മൈനസ് 1.51. ഞാൻ വാല്യൂസ് എഴുതുന്നില്ല കേട്ടോ. ദിസ് ഇസ് n = 2, നെക്സ്റ്റ് ഇസ് n = 3. n = 3 വരുമ്പോൾ എത്ര? മൈനസ് 1.5 മീൻസ് 1.51 ഉണ്ട്, ഞാൻ 5 എന്ന് എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റത്തെ ലെവൽ നോക്കിയേ 0.85 എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതിനും കുറച്ചും കൂടി അടുത്ത്. റൈറ്റ്. നെക്സ്റ്റ് 0.54 എന്ന് വരുമ്പോൾ ഇതിനേലും അടുത്ത്. റൈറ്റ്. പിന്നത്തേലെന്താ E6 വരുമ്പോൾ 0.3, അത് വളരെ അടുത്ത്. റൈറ്റ്. 7 ഒക്കെ വളരെ 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 അടുത്തായിരിക്കും. അപ്പോൾ പോകും തോറും കുറൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനർജി ലെവൽസൊക്കെ ഓവർലാപ്പ് ചെയ്യും തുടങ്ങും. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കും. റൈറ്റ്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണേ. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് എനർജി ലെവൽസ് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഓരോ എനർജി ലെവൽ കഴിയുമ്പോഴും ബിറ്റ്വീൻ ദ എനർജി ലെവൽ ദ ഗ്യാപ്സ് ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ എന്താവും? n∞ വരെയുള്ള ലെവൽ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? എനർജി 0 ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ദാറ്റ് ഈസ് ഇലക്ട്രോൺ ബിക്കംസ് ഫ്രീ ഫ്രം ദ ന്യൂക്ലിയസ്. ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നമ്മൾ ബോർ മോഡൽ പഠിക്കുന്ന തുടക്കത്തിൽ ഒരു 6ാമത്തെ പോയിൻ്റാണെന്ന് തോന്നുന്നു, എനിക്ക് ആ പോയിൻ്റ് ഓർമ്മയില്ല. റൈറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ബോർ പറഞ്ഞു ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് റൈറ്റ് ഇൻ എ ഹയർ എനർജി ലെവൽ. റൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ എമിറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺ റേഡിയേഷൻ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലായിരിക്കും ആ ഫോട്ടോൺ ഉണ്ടാവുക. റൈറ്റ്. ആൻഡ് ഇറ്റ് ഫോൾസ് ടു എ ലോവർ എനർജി ലെവൽ. ഓർമ്മ ഉണ്ടോ? അത് ഏതിലാണ് എനിക്ക് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർബിറ്റ് ചെയ്തിരുന്നത്. ഒരു ഹയർ എനർജി ലെവലാണെങ്കിൽ ഈ ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ കുറച്ച് എനർജീനെ പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ലോവർ എനർജി ലെവലിലേക്ക് ആ ഇലക്ട്രോൺ ചാടി വീഴുക. അല്ലെങ്കിൽ ഇറ്റ് ഫോൾസ് ബാക്ക് ടു എ ലോവർ എനർജി ലെവൽ ബൈ എമിറ്റിംഗ് എനർജി. അപ്പോൾ എത്ര എനർജി അത് എമിറ്റ് ചെയ്യും? റൈറ്റ്. എനർജി ഓഫ് സച്ച് ഫോട്ടോൺ അത് എന്തിൻ്റെ ബേസിലാണ്? എത്ര എനർജി തള്ളിയാലാണ് അത് പുറത്തേക്ക് താഴേക്ക് വീഴുക? അപ്പോൾ നോക്കിയേ, ഇത് തന്നെ വിചാരിക്കട്ടോ. ഇത് ഹയർ എനർജി ലെവലാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രോൺ ഇരിക്കുന്നത് En2ലാണ്. ഇപ്പോൾ ഇരിക്കണത് എൻ്റെ എനർജി ലെവലായതുകൊണ്ടാണ് കേട്ടോ ഈ റെപ്രസെൻ്റ് ചെയ്യണത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലെവലും ഫസ്റ്റ് ലെവലും ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എനർജി ഓഫ് ദിസ് ലെവൽ ഇസ് En2, എനർജി ഓഫ് ദിസ് ലെവൽ ഇസ് En1. അപ്പോൾ ഇലക്ട്രോണ് ഇവിടെ നിന്ന് ഈ ലെവലിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യണം, ജമ്പ് അല്ല ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത്രയും എനർജി അത് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും. എത്ര? ഈ എനർജികൾ തമ്മിലുള്ള ഡിഫറൻസിന് തുല്യമായ എനർജി അത് പുറത്തേക്ക് തള്ളി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന് ഇറ്റ് ക്യാൻ ഫോൾ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. റൈറ്റ്? ക്ലിയർ? ഇത് ഓക്കെ. EN2ഉം EN1ൻ്റെയും എനർജി ലെവൽ ഫിക്സഡ് ആണ്. ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഓരോ ഇലക്ട്രോണും ഫിക്സഡ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഓരോ ആറ്റത്തിനും അത് ഫിക്സഡ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് ഇവിടെ വയ്ക്കണമെങ്കിൽ ഇതിൻ്റെ എത്ര എനർജി ഇല്ലേ, അതായത് എനർജി ഓഫ് ദാറ്റ് ഫോട്ടോൺ ഷുഡ് ബി ഈക്വൽ ടു ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ താഴേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനർജി പുറത്തേക്ക് പോയാലേ അതിന് താഴേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലേ? ദിസ് മച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്രയും ഡിഫറൻസ് ഉള്ള എനർജി പുറത്തേക്ക് തള്ളിയാലേ ഇറ്റ് ക്യാൻ ഫോൾ ബാക്ക് അല്ലേ? വാട്ട് ഷുഡ് ബി ദ എനർജി ഓഫ് ദാറ്റ് ഫോട്ടോൺ? ഇറ്റ് ഷുഡ് ബി ഡെൽറ്റ ഇ അല്ലേ? അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ അല്ലേ, പുറത്തേക്ക് തള്ളണല്ലോ ഫോട്ടോൺ എന്ന് പറഞ്ഞ സാധനം, റേഡിയേഷൻ, റൈറ്റ്? അപ്പോൾ അത് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? EN2 മൈനസ് EN1. അപ്പോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? hc/λ. റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഇതൊക്കെ സ്പെക്ട്രത്തിൻ്റെ കേസിൽ കുറച്ചുകൂടി വരും, എന്നാലും ഞാനത് പറഞ്ഞു വയ്ക്കുകയാണ്. ക്ലിയർ? സോ എങ്ങനെയാണ് ഇലക്ട്രോൺ ചാടുക എന്ന് ഡിപ്പെൻഡ് ചെയ്യണത് എത്ര എനർജി അതിന് കൊടുക്കാൻ കഴിയുന്നതനുസരിച്ച്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണേ? റൈറ്റ്? ഇപ്പം നമുക്ക് തല തിരിച്ചിട്ട് ആലോചിക്കുക. അതായത് ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടാമെന്ന് വിചാരിക്കുക. അതായത് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ അതിന് എനർജി കിട്ടണം. റൈറ്റ്? എത്ര കിട്ടണം? ഈ എനർജി ലെവലുകൾ തമ്മിലൊരു എനർജി ഡിഫറൻസ് ഇല്ലേ, അത്ര എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ദിസ് ലെവൽ ടു ദിസ് ലെവൽ. അതിലും കുറവ് കിട്ടിയാലൊന്നും ഇലക്ട്രോൺ കനോട്ട് ജംപ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ക്ലിയർ ആവണ്ട? അതായത് നോക്കിയേ, ഇവിടെ -13.6 ആണെന്ന് വിചാരിക്കാം, ഇവിടെ 3.4 അല്ലേ, അറൗണ്ട് 12 അല്ലേ, -3 12 അല്ലല്ലോ വരാം, 10.2 വരണം അല്ലേ, അറൗണ്ട് -10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടിയാലേ, അല്ല മൈനസ് അല്ല പ്ലസ്, സോറി, എത്ര? +10.2 ഇലക്ട്രോൺ വോൾട്ട് ഈ ഇവിടെ എനർജി ഈ ഇലക്ട്രോണ് കിട്ടിയാലേ ദ എനർജി ഓർ ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ഹിയർ ടു ഹിയർ. അതാണ് എൻ്റെ അർത്ഥം. ആ 10.2 എങ്ങനെ വന്നതെന്ന് മനസ്സിലാവണ്ടേ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണേ? ക്ലിയർ? റൈറ്റ്? അയ്യോ എന്താണ് പറ്റിയ? ഇനി നെക്സ്റ്റ് കേട്ടാ, വാട്ട് ഈസ് ദ ഡ്രോബാക്സ് ഓഫ് യുവർ ബോർസ് മോഡൽ? ബോർ മോഡലിൻ്റെ ഡ്രോബാക്കുകൾ എന്തായിരുന്നു? ചില സമയത്തൊക്കെ പരീക്ഷയിൽ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ, വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ഡാൽട്ടൺസ്, അതൊക്കെ ഞാൻ എഴുതി വയ്ക്കാൻ പറഞ്ഞിരുന്നു. റൈറ്റ്? ഫസ്റ്റ് ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറിലി ഇദ്ദേഹം ഉണ്ടാക്കിയത് ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലും മോഡൽസ് അല്ലെങ്കിൽ ഈ ആറ്റമിക് മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ഈ കൂടി എക്സ്പ്ലെയിൻ ലോട്ട് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള ആറ്റംസിന് ഇയാൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. റൈറ്റ്? ഇത് പിന്നെ അതേമാതിരി ഇലക്ട്രോൺസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നത്? റൈറ്റ്? സ്പെക്ട്ര എന്നൊക്കെ പറയും, നെക്സ്റ്റ് സെക്ഷനിൽ പറയും. അപ്പോൾ മൾട്ടി ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ കുറേ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ, അപ്പോൾ അത് രക്ഷപ്പെട്ടു അല്ലേ. പക്ഷേ മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിൻ്റെ സ്പെക്ട്രയൊന്നും ആർക്ക് പറയാൻ പറ്റിയില്ല. സ്പെക്ട്ര എന്താണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് ഇപ്പം മഗപ്പ് ചെയ്യുക, അത് നിങ്ങൾക്ക് സ്പെക്ട്രത്തിൻ്റെ ഭാഗം വരുമ്പോൾ യു ക്യാൻ റിലേറ്റ്. സോ ഹി കുഡൻറ്റ് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. റൈറ്റ്? ക്ലിയർ ആവണ്ട? അതും വേവ് നേച്ചർ പ്രോപ്പർ എന്തുവാണ് ഇത്? റൈറ്റ്? വേവ് നേച്ചർ പ്രോപ്പറായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ മോഡൽ വെച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീബ്രോയ് ഹൈപ്പോത്തസിൻ്റെ കേസ് കുറച്ചും കൂടി പറയാനുണ്ട് റിലേറ്റഡ് ടു ആറ്റംസ്. അത് നെക്സ്റ്റ് പറയും. അതിനെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണതൊന്നും ഇതിലേഹത്തിന് പറയാൻ പറ്റിയില്ല. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ വാട്ട് ഐ ആം ടെല്ലിങ്. ഇതെന്താണെന്നുള്ളതൊക്കെ വിൽ ടേക്ക് ലേറ്റർ ഓൺ. റൈറ്റ്? ക്ലിയർ? കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കണേ എന്നുള്ളതൊന്നും ഈ മോഡൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ക്ലിയർ? മനസ്സിലാവേണ്ടെന്നിരിക്കണേ? അതായത് പിന്നെ ഒരു ഹൈസൻബർഗ്സ് പ്രിൻസിപ്പിൾ എന്നുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, എഴുതി വെച്ചോട്ടാ. ഹൈസൻബർഗ്സ് പ്രിൻസിപ്പിൾ. ഇതെന്തുവാടേ? റൈറ്റ്? അതായത് ഒരു പ്രിസൈസ് പൊസിഷൻ, അതായത് ഒരുമിച്ച്
എഴുതിക്കേട്ടാ. ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത്, we cannot it is impossible to evaluate the precise position ഞാൻ ഡെൽറ്റ എക്സ് എഴുതിയുള്ളൂ, കൊണ്ടുപോയിട്ട് പാത്ത് ഡിഫറൻസ് ആണെന്ന് എഴുതി വെക്കരുതിട്ടാ. പ്രിസൈസ് പൊസിഷനും മൊമെൻറ്റവും ഓഫ് എൻ ഇലക്ട്രോൺ cannot be found സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് പൊസിഷനും മൊമെൻറ്റവും ഒരു പാർട്ടിക്കിളിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇവാലുവേറ്റ് ദ പ്രിസൈസ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഓർ എനി അതർ സ്മോൾ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. റൈറ്റ്. ഒരു പ്രോബബിലിറ്റി, അതായത് ഇവിടെയാണ് പൊസിഷൻ എന്ന് പറയാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റം ഇത്രയാകാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ബോർ പറഞ്ഞത് എക്സാക്റ്റ് മൊമെൻ്റൊക്കെ വാല്യൂ പറഞ്ഞു അല്ലേ, റൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മൊമെൻറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ പറയാൻ കഴിയേണ്ടതില്ല. സോ ഹി വയലേറ്റഡ് ഹൈസൻബർഗ്സ് പ്രിൻസിപ്പിൾ, റൈറ്റ്. ഫിഫ്ത്ത്, അതായത് സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. എഴുതിയ സീമൻ എഫക്റ്റ്, റൈറ്റ്, ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്, റൈറ്റ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസിന് വരുന്ന വ്യത്യാസത്തിനാണ് സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽ പഠിക്കാനില്ല കേട്ടോ, റൈറ്റ്. ജസ്റ്റ് നോ സ്പെക്ട്രൽ ലൈൻസ് എന്താണ് ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഇത് ഫിക്സഡ് ആണ് സ്പെക്ട്രൽ ലൈൻസിൽ, അതിന് വേരിയേഷൻ വരാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതായത് ഹൈഡ്രജൻ്റെ കേസ് വെച്ചിട്ട്. പക്ഷെ പിന്നെ കണ്ടുപിടിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴും ആ സ്പെക്ട്രൽ ലൈൻസിന് വേരിയേഷൻ വരുന്നുണ്ട്. സോ ദാറ്റ് വേരിയേഷൻ ഇസ് കറസ്പോണ്ടിംഗ്ലി നോൺ ആസ് സീമൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയാണ് ബേസിക് ഡ്രോബാക്സ് ഓഫ് ബോർഡ്സ് മോഡൽ, റൈറ്റ്. അത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ. ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല പോയിൻ്റായിട്ടൊക്കെ എഴുതിയിരുന്നു, ഞാൻ നോക്കിയിട്ടില്ല ഒന്നും. ഈ ചാപ്റ്ററിലധികം ടെക്സ്റ്റ് ബുക്കിലധികം ഇക്വേഷൻസോ അങ്ങനെ ഹെൽപ്ഫുള്ളായിട്ടുള്ള പോയിൻറ്റ്സ് വളരെ കുറവാട്ടോ. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ടു ഗോ ത്രൂ ഇറ്റ്, റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ആറ്റമിക് സ്പെക്ട്രം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തായാലും സ്പെക്ട്രം എടുക്കാമെന്ന്, അത് ഇതുകൊണ്ടാണ്. വിൽ ഗോ ഫോർ ആറ്റമിക് സ്പെക്ട്രം ഇൻ ഡീറ്റെയിൽ ഇനി. ക്ലിയർ. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയും, ചില സമയത്ത് സ്പെക്ട്ര എന്ന് പറയും, റൈറ്റ്. സ്പെക്ട്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതാ? നമ്മളൊരു വൈറ്റ് ലൈറ്റിനെ കൊണ്ടുപോയിട്ട് ഒരു പ്രിസത്തിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് യു ഗോട്ട് വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടാ, റൈറ്റ്. ക്ലിയർ. ആ വിബ്ജിയോർ നമുക്ക്, ഞാൻ പറയാണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെന്ന് പറയും. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാൻഡ് ഓഫ് വേവ് ലെങ്ത്, റൈറ്റ്. ഒരു ബാൻഡ് ഓഫ് വേവ് ലെങ്ത് ആണ് വിബ്ജിയോർന്ന്. അപ്പോൾ നമുക്കിത് വയലറ്റ് മാതിരി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിഗോ അങ്ങനെയാണോ കിട്ടുന്നത്? അല്ല. വയലറ്റ് എക്സാക്റ്റ് ഇപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് വരുന്നത് ഡാർക്ക് വയലറ്റ്, പിന്നെ ലൈറ്റ് വയലറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് വേറെ കളേഴ്സിലേക്കൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഇൻഡിഗോയിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ബാൻഡ് എടുത്ത് വിചാരിക്കുക, 4000 തൊട്ട് ഏതാണ്ട് 8000 വരെ, എക്സാക്ട് വാല്യൂ അല്ലാട്ടോ പറയണത്, ശരിക്കും 7000 ചില്ലാനേ വരുള്ളൂ. ബട്ട് ഐ എം ഗിവിങ് ജസ്റ്റ് ആൻ ഐഡിയ. 4000 തൊട്ട് 8000 ആംസ്ട്രോങ്ങിൻ്റെ ഇടയിൽ നമുക്കൊരു കണ്ടിന്യൂസ്, അതായത് നെക്സ്റ്റ് 4001 ആയിരിക്കും, പിന്നെ 4002, അങ്ങനെ 4005 അങ്ങനെ പോയിട്ടായിരിക്കും നെക്സ്റ്റ് വരിക. അങ്ങനെയാണ് വിബ്ജിയോറിൻ്റെ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് യു ഗെറ്റ് വാട്ട് ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. അതായത് ഇഫ് യു ഗെറ്റ് എ ബാൻഡ് വെർ ഈച്ച് വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദം, ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഇല്ലയാണ്, അല്ലാണ്ട് തോന്നിയ മാതിരി വാല്യൂസ് അല്ല. എപ്പോഴും തുടക്കം ഉണ്ടെങ്കിൽ ആ വഴി മുഴുവൻ കാണിച്ചിട്ടാണ് അവസാനിക്കുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് സ്പെക്ട്രം ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം, പേര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, ബട്ട് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആറ്റമിൻ്റെ സ്പെക്ട്രം ഇസ് നോട്ട് കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ, അല്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ആറ്റമിക് സ്പെക്ട്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അബ്സോർപ്ഷൻ പിന്നെടുക്കാം. ഫസ്റ്റ് ഈസ് എമിഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം. എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് തള്ളുന്നു, അല്ലേ? അതായത് ഒരു സാധാരണ ഒരു ആറ്റമിക് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെ ഞാൻ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഐ എം ഗോയിങ് ടു ഹീറ്റ് ഇറ്റ്. ലെറ്റ്സ് സേ ദിസ് ഇസ് എ ചേംബർ, ഓർ ലെറ്റ്സ് സേ ദിസ് ഇസ് എ സിലിണ്ടർ വിച്ച് ഇസ് ഹാവിങ് ഗ്യാസ്. ഐ എം ഗോയിങ് ടു ഹീറ്റ് ഇറ്റ്, റൈറ്റ്? അങ്ങനെ ഹീറ്റ് ചെയ്യുന്നത് നല്ലത്, പ്രൊവൈഡ് ഇറ്റ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദെൻ ഹീറ്റ് ഇറ്റ്.
റൈറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് ജനറേറ്റ് സംതിങ് ദാറ്റ് ഇസ് റേഡിയേഷൻ, ലെറ്റ് ഇറ്റ് പാസ് ത്രൂ എ പ്രിസം, ലെറ്റ്സ് കീപ്പ് എ സ്ക്രീൻ ആൻഡ് ദ സൈഡ്. അങ്ങനെ ഒരു സൈഡിൽ സ്ക്രീൻ കൊണ്ടു വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് പ്രിസമാണെങ്കിലും എന്ത് ചെയ്യും? വിബ്ജിയോർ മാതിരിയാണ് മൂന്നിട്ടൊരു സ്പെക്ട്രം ഉണ്ടാക്കണം. സ്പെക്ട്രമൊക്കെ ഉണ്ടാക്കും, പക്ഷേ കണ്ടത് ഇതാണ്, കണ്ടിന്യൂസ് അല്ലാണ്. അത് വിബ്ജിയോർ മാതിരി ചോ വിബ്ജിയോർ മാതിരി എന്താ ഇവിടെ വി ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വയലുണ്ട്, അത് വയറ്റിൻ്റെ സംഘടിതമായ എല്ലാ കളേഴ്സ് ഇങ്ങനെ ഗ്രാജുവലി കുറഞ്ഞ് വന്ന് ഇൻഡിഗോയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോവല്ല ചെയ്യണത്. ക്ലിയർ? ദേ ഫൗണ്ട് ദാറ്റ്, സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണ് കേട്ടോ മക്കളെ, ഇതല്ല വാല്യൂ. ഇവിടെ 4000 ആംസ്ട്രോങ്ങിൻ്റെ ഒരു വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റ് ആണെന്ന്, ലൈറ്റ് അല്ല ഒരു റേഡിയേഷൻ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അടുത്തത് കാണുന്നത് എക്സാക്റ്റ് ആയിട്ട് എടുത്ത് കാണുന്നതായിരിക്കും 4008 ആംസ്ട്രോങ്ങിലായിരിക്കും. പിന്നെ എടുത്ത് കാണിക്കുക 4200 ആയിരിക്കും. പിന്നെ എടുത്ത് കാണുക 4800 ആയിരിക്കും. കണ്ടോ? തോന്നിയ മാതിരിയാണ് ഉണ്ടാവുക. Right? This type of spectrum is known as discrete spectrum. Discrete spectrum. അതായത് കണ്ടിന്യൂസ് അല്ലാത്ത സ്പെക്ട്രത്തിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം എന്ന് പറയുക, ഓർ യൂഷ്വലി ഇറ്റ് ഇസ് നോൺ ആസ് ലൈൻ സ്പെക്ട്രം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, ലൈൻ സ്പെക്ട്രം നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ക്ലിയർ? അപ്പോൾ ഓരോ ഗ്യാസും, അതായത് ഇത് അപ്പോൾ ഹൈഡ്രജൻ്റെ ഗ്യാസാണെന്ന് ചോദിക്കുക, അപ്പോൾ അതിൻ്റെ ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അതേ സ്പെക്ട്രം അല്ല അല്ലേ ഹീലിയം ഉപയോഗിച്ചുണ്ടാവുക. റൈറ്റ്? സോ ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് സ്പെക്ട്രം. സോ നോ ടു ഗ്യാസസ് ഹാവ് സെയിം സ്പെക്ട്രം. രണ്ട് ഗ്യാസസിന് ഒരിക്കലും ഒരേ സ്പെക്ട്രം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടോ, സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഒരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മോളിക്യൂളിൻ്റെയും സ്വന്തമായൊരു സ്വഭാവമാണ് എന്ത്? എമിഷൻ സ്പെക്ട്രം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? അപ്പോൾ എമിഷൻ സ്പെക്ട്രത്തിന് ശരിക്കും എന്താ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇൻസിഡൻറ്റ് വല്ല റേറ്റ് വെച്ചിട്ടാണോ ഈ ഗ്യാസ് മോളിക്യൂൾസ് റേഡിയേഷൻ പുറത്തേക്ക് കൊടുത്ത്? അല്ല, വി ഗേവ് ഇലക്ട്രിക്കൽ എനർജി. റൈറ്റ്? ദാറ്റ് മീൻസ് ദിസ് എമിഷൻ ഈസ് ഫ്രം ഇറ്റ് സെൽഫ്. അതിൻ്റെ തന്നെ കഴിവുകൊണ്ടാണ് ഈ എമിഷൻ വന്നിട്ടുള്ളത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എമിഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസിഡൻറ്റ് വേവ് അത് ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് എമിഷൻ സ്പെക്ട്രം. യു ആർ ഹീറ്റിംഗ് ദാറ്റ് ഗ്യാസ്, റൈറ്റ്, ആൻഡ് യൂസിങ് ദാറ്റ് ദ ഗ്യാസ് ഇസ് emitting its own radiation, and this radiation, when it is passed through a prism, a spectrum is formed which is discrete in nature, not continuous. ക്ലിയർ ആയതുകൊണ്ടല്ലോ. നമ്മൾ ഇനി ആ എമിഷൻ സ്പെക്ട്രത്തിനെ നല്ലോണം ഇനി ഡിസെക്ട് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പോകാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ബോർ മോഡൽ തന്നെ ഞാൻ ഇതെല്ലാം ബോർ മോഡലിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സ്പെക്ട്രത്തിൻ്റെ ഒക്കെ. അത് പക്ഷേ ബേസാണ്, അതിന് ശേഷം കുറേ വിപ്ലവകരമായ ചേഞ്ചൊക്കെ തരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസൊക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ മറക്കരുത്. റൈറ്റ്? എന്താ ബോർ മോഡലിലെ എനർജി ഓർമ്മ ഉണ്ട്? ഹൈഡ്രജൻ വെച്ചിട്ടാണ്. എന്നാലും നമുക്ക് എനർജി ജനറൽ ഫോമിൽ അദ്ദേഹം തന്നിരുന്നു 13.6 Z² ഇലക്ട്രോൺ വോൾട്ട്. മൈനസ് ഞാൻ വിഴുങ്ങിപ്പോയി, സോറി. റൈറ്റ്? ഇതാണ് സാധാരണ ജനറൽ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ വാല്യൂസ് എടുത്ത് ഓർമ്മ ഉണ്ട്. E1 എന്തായിരുന്നു? -13.6 ഇലക്ട്രോൺ വോൾട്ട്. E2 എന്തായിരുന്നു? -3.4 ഇലക്ട്രോൺ വോൾട്ട്. E3 എന്തായിരുന്നു? -1.51 ഇലക്ട്രോൺ വോൾട്ട്. E4 -0.85. അങ്ങനെ കുറേ വാല്യൂസ് ഞാൻ തന്നിരുന്നു. ഗുഡ് ടു അറ്റ്ലീസ്റ്റ് നോ ദ 4 എനർജി ലെവൽസ്. നിങ്ങൾക്ക് പറഞ്ഞൂടെ ആദ്യത്തേതാണോ രണ്ടാമത്താണോ വലുത്? രണ്ടാമത്താണ്. മൈനസ് വാല്യൂവിൽ ചെറിയ നമ്പർ വന്നാൽ അതാണ് വലുത്. കോമൺ സെൻസ്. സോ ഐ ക്യാൻ സേ E4 ഈസ് ഗ്രേറ്റർ ദാൻ E3 ഈസ് ഗ്രേറ്റർ ദാൻ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1. അപ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ ലെവൽ ഏതാണ്? ഗ്രൗണ്ട് ലെവലുള്ളതാണ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ഇതൊക്കെ ബോറിൻ്റെ ഉള്ളതാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഈ വാല്യൂസൊക്കെ ബൈ ഹാർട്ട് ചെയ്യായിരിക്കും. ജനറൽ ഇക്വേഷൻ പഠിക്കണം, ബൈ ഹാർട്ട് ദീസ് വാല്യൂസ്. ഗുഡ് ടു നോ തിങ്സ് അല്ല, ഇത് പ്രോബ്ലംസിലൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. റൈറ്റ്? അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് വെച്ചിട്ടാണ് ബോറ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ കേസിന് എടുക്കാം കേട്ടോ. ഹൈഡ്രജൻ, റൈറ്റ്? അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് നമ്പർ 1. റൈറ്റ്? അപ്പോൾ നമ്മളെന്താ ചെയ്യണേ? ഹൈഡ്രജൻ ഗ്യാസിനെ ഹീറ്റ് ചെയ്തു യൂസിങ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് ഓർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് അബ്സോർബ്സ് ദിസ് ഹീറ്റ് എനർജി. റൈറ്റ്? ആൻഡ് ആ ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? അത് എൻ്റെ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കാൻ കേട്ടോ, ഒന്ന് വരയ്ക്കണമെന്നേ ഉള്ളൂ. റൈറ്റ്? ന്യൂക്ലിയസ്, ഇതൊരു എനർജി ലെവൽ. അതിലെത്രയാ?
13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ എത്രയാ? ഒന്ന് വലുതാക്കണമെങ്കിൽ വലുതാക്കായിരുന്നു അല്ലേ, റൈറ്റ്? ഇത് എത്രയാ? 3.4 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, മൈനസ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ, എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണമെങ്കിൽ ഇറ്റ് ഹാസ് ടു അബ്സോർബ് ഹൗ മച്ച്? ഒരു 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്തല്ലേ, ഇതിൻ്റെ ഡിഫറൻസിന് തുല്യം എനർജി അബ്സോർബ് ചെയ്താലേ ഇലക്ട്രോൺ ക്യാൻ ജമ്പ് ഫ്രം ദിസ് ലെവൽ ടു ദിസ് ലെവൽ അല്ലേ? ക്ലിയർ ആണ്, ഇത് നിങ്ങൾക്ക് അറിയണമല്ലേ? പക്ഷേ നോക്കിയേ, നോർമലി റൈറ്റ് ഹയർ എനർജി എത്രത്തോളം ആവണോ അത്രത്തോളം അൺസ്റ്റേബിൾ ആണ് ഇലക്ട്രോൺ എപ്പോഴും ലോവസ്റ്റ് എനർജിയിൽ പോയിരിക്കാനാണ് ഇഷ്ടം, ബിക്കോസ് ദെയർ ഇറ്റ് ഗെറ്റ്സ് ദ ഹയസ്റ്റ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇലക്ട്രോൺ ഇഫ് ഇറ്റ് കംസ് ഓർ വിഷസ് ടു കം ഫ്രം ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ, അപ്പോൾ ഇത്രയും തന്നെ, അതായത് 10.2 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഫോട്ടോൺ തന്നെ അല്ലെങ്കിൽ റേഡിയേഷൻ തന്നെ എന്ത് ചെയ്യണം? പുറത്തേക്ക് തള്ളണം. It has to emit that much energy of radiation, and the radiation is in the form of photon അല്ലേ? ഇത് സ്പെക്ട്രത്തിൽ വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഐ എം റീടേക്കിംഗ് ഇറ്റ്. സോ എനർജി ഓഫ് ഫോട്ടോൺ റൈറ്റ് ഈസ് ഈക്വൽ ടു En2 ഹൈയടാ 2 എന്നായി പോലോ, En2 മൈനസ് En1, രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എനർജി ഓഫ് ഫോട്ടോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? hc/λ അല്ലേ? അപ്പോൾ hc/λ ഇസ് ഈക്വൽ ടു En2 മൈനസ് En1 അല്ലടോ, റൈറ്റ്? അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞേ, ഇതിൽ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ട, ഓരോ എനർജി ലെവലിൻ്റെയും എനർജി ഫിക്സഡ് ആണ്. അപ്പോൾ En2ഉം ഫിക്സഡ് ആണ്, En1ഉം ഫിക്സഡ് ആണ്, H ഫിക്സഡ് ആണ്, C ഫിക്സഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ ലാംഡയും ഫിക്സഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു എനർജി ലെവലിൽ നിന്ന് വേറെ എനർജി ലെവലിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ചാടുമ്പോൾ, ഒരു ജമ്പിൽ ഫോളിങ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാലോ. ഒരു ഫോട്ടോണിലല്ല, എത്രയോ എനർജിയുള്ള ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോൺ പോകുന്ന വേവ് ലെങ്ത്തും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ഓർ ഐ ക്യാൻ സേ ഡിസ്ക്രീറ്റ് ആയിരിക്കണം. അതായത് ഫിക്സഡ് വാല്യൂ ഉള്ള വേവ് ലെങ്ത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം, ശ്രദ്ധിക്കുക. When an electron for a particular atom, again I am repeating, for a particular atom energy is fixed. അല്ലടോ നോക്കിയേ, -13.6 Z²/n²R. Z മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആറ്റത്തിനും. ഹൈഡ്രജനും ഹീലിയത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ ലെവലുകളും ഓരോ ആറ്റത്തിന് വ്യത്യാസം അല്ലേ? ഇപ്പോൾ ഹൈഡ്രജന് 3.4, അതായത് സെക്കൻഡ് എനർജി ലെവലിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് എനർജി ലെവലിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യണമെങ്കിൽ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് തുല്യമായിട്ടുള്ള എനർജി ആയിരിക്കണം പുറത്തേക്ക് തള്ളുക എന്ന് പറഞ്ഞു അല്ലേ? ക്ലിയർ ആവണ്ട? ആ എനർജി ആവില്ല എന്തിന്? ഹീലിയത്തിൻ്റെ ഫസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നത്. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ എനർജിയും ഡിഫറെൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലാംഡയും ഡിഫറെൻ്റ് ആയിരിക്കും. Right, the wavelength which was of the photon which will be emitted by an atom or by the wavelength the wavelength of the photon which is emitted when an electron jumps from an higher energy level to lower energy in the case of say hydrogen will not be equal to the wavelength of the photon which is caused due to the jumping of electron from the same energy levels, but in the case of different atoms. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്, ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ എല്ലാം കോളായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയണമെന്നൊരു ഓർഡർ, ഇത് ഹൈഡ്രജൻ എന്ന് വിചാരിക്കും, ഇത് ഹീലിയം എന്ന് വിചാരിക്കട്ടാ. റൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്നും ഇവിടെ ഇങ്ങോട്ട്, രണ്ടും ഇത് N2 ആണെന്ന് വിചാരിക്കും, ഇത് N1 ആണ് കേട്ടോ. ഇതും N2 ആണ്, ഇത് N1 വാല്യൂ കേട്ടോ. ക്ലിയർ? എനർജി the electron is jumping from 2 to 1, here also 2 to ഇതെന്താ ഇവിടെ 2 എന്നതിന് വരാം, 2 to 1. അപ്പോൾ നിങ്ങൾ പറയും ഇത് രണ്ടും ഒരേ വാല്യൂ അല്ല. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ എനർജി അല്ല ഇവിടുത്തെ എനർജി E2 ഡാഷ്, ഇവിടുത്തെ എനർജി അല്ല ഇവിടുത്തെ E1 ഡാഷ്.
സന്തോഷമായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഡിഫറൻസ് സെയിം ആവുക. ഇവരുടെ ഡിഫറൻസ് സെയിം അല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ചാടുമ്പോൾ ഇവിടെ നിന്ന് പോയ ഫോട്ടോൺ E1 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഡെൽറ്റ E ആണെങ്കിൽ ഇവിടെ നിന്ന് എനർജി പോകുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്തായിരിക്കും? ഡെൽറ്റ E ഡാഷ് ആയിരിക്കും. പുതിയ എനർജി ആയിരിക്കും. ക്ലിയർ? പുതിയ എനർജി എന്ന് പറഞ്ഞാൽ പുതിയ വേവ് ലെങ്ത്. ഇവിടെ ലാംഡ ആണെങ്കിൽ ഇവിടെ ലാംഡ ഡാഷ് ആയിരിക്കും. ക്ലിയർ? സോ ഡിഫറെൻറ്റ് ട്രാൻസിഷൻ ഹാസ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. സോ ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ട്രാൻസിഷൻ ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് ചാടണം എന്നുള്ള ട്രാൻസിഷൻ ഡിപ്പെൻഡ് ചെയ്യണം. ഏത് ആറ്റത്തിലാണ് അത് സംഭവിക്കുന്നതെന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ഇപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഫൈൻഡ് എനർജി ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ emitted when an electron in hydrogen atom jumps from n is equal to 3 to n is equal to 1. മൂന്നാമത്തെ എനർജി ലെവലിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വീഴുമ്പോൾ ഒരു ഫോട്ടോൺ, ഒരു ഇലക്ട്രോൺ വീഴുമ്പോൾ എത്ര ഫോട്ടോൺ അല്ല എത്ര എനർജി ഉള്ള ഫോട്ടോൺ ആണ് വരുന്നതും ആ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ? അപ്പോൾ ഒന്ന് എഴുതി നോക്കിയേ, എനർജി ഓഫ് ഫോട്ടോൺ അല്ലേ? അത് ഞാൻ എഴുതണ എഴുതാം. ഫോട്ടോൺ എന്താണ്? En2 മൈനസ് En1 അല്ലേ? ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒറ്റയടിക്കുള്ള ഇക്വേഷൻ ഉണ്ട്, പക്ഷേ ആദ്യം നമുക്ക് ബേസിക് വേണ്ട, നിങ്ങൾക്ക് ബേസ് തന്നെ നല്ലത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരും. റൈറ്റ്? അപ്പോൾ നോക്കിയേ, En2 എന്ന് പറഞ്ഞ സെക്ഷനിൽ അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതി കൂടെ. വാട്ട് ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് എനർജി ഓഫ് എനി ഓർബിറ്റ്? -13.6 Z². ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരു ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ Z² എന്താ? 1². N² എന്ന് പറയുന്നത് എന്താ? അല്ലേ? N2 അല്ലേ? അപ്പോൾ ഇയാളുടെ മൂന്നാമത്തെ സ്ക്വയർ അവിടെ നിന്നാണ് താഴേക്ക് വീണത്. അപ്പോൾ എവിടെ നിന്നാണോ താഴേക്ക് അതാണ് 2. അത് അറിയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി മനസ്സിലാക്കിയേ. N2 to N1 അല്ലേ? നേരത്തെ അങ്ങനെയല്ലേ എഴുതിയത്? റൈറ്റ്? സോ ജമ്പിങ് ഫ്രം 3 to 1. സോ ഇനി അത് കഴിഞ്ഞു അല്ലേ? മൈനസ് ബ്രാക്കറ്റ് ഇടാം. അവിടെ മൈനസ് ഉണ്ടല്ലോ. -13.6 1² ഡിവൈഡഡ് ബൈ അവിടുത്തെ തന്നെ എത്രയാ? 1 അല്ലടോ. മൂന്നാമത്തെ ലെയറിൽ നിന്ന് ഒന്നാമത്തെ എനർജി ലെവലിലേക്കാണ് ചാടുന്നത്. റൈറ്റ്? കാൽക്കുലേഷൻ തനിയെ ചെയ്യാട്ടാ. റൈറ്റ്? യു വിൽ ഗെറ്റ് അറൗണ്ട് 12.09 electron volt. Right? So this is the energy of photon which will be emitted when the electron in the hydrogen atom jumps from third energy level to second energy level. Clear ആയാ? ഇത് ഫിക്സഡ് ആണ് കേട്ടോ. കേട്ടോ? ഇനി നിങ്ങളോട് ചോദിച്ചെന്താ? വേവ് ലെങ്ത് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി അല്ലേ കിട്ടിയത്? അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്തോ. റൈറ്റ്? ഈ എച്ച് സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അല്ലേ? എച്ചിൻ്റെ വാല്യൂ 6.626 × 10⁻34, സിൻ്റെ വാല്യൂ 3 × 10⁸. അപ്പോൾ ലാംഡാൻ്റെ വാല്യൂ കിട്ടും. ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്യണം ജൂളിലേക്ക് എന്ന് വെച്ചാൽ 1.6 × 10⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയാ? റൈറ്റ്? ഇനി ചെറിയൊരു ഷോർട്ട് കട്ട് ഓർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ലാംഡ ഇൻ ആംസ്ട്രോങ്. റൈറ്റ്? അതേമാതിരത്തെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. 1240 എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിരുന്നത്. 12375 divided by energy of photon in electron volt. ഇത് മഗ്ഗപ്പ് ചെയ്യുക പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം. അതായത് ഡയറക്റ്റ് വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലേ 12375 ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ. ആദ്യമേ വേറെ വഴി നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. റൈറ്റ്? അപ്പോൾ ലാംഡ വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ വിച്ച് ഇസ് എമിറ്റഡ് വെൻ an electron jump from one layer to or one point to another is in Armstrong is 12375 divided by energy of photon. Clear? Energy of photon നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇനി നോക്കിയേ, വേവ് ലെങ്ത്തിന് വേറെ ഇതിൽ കുറച്ച് നൂലാമാലകളുണ്ട്. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഹൈഡ്രജൻ്റെ കേസ് ആയതുകൊണ്ട് എളുപ്പമായി ഇല്ലേ? ഹൈഡ്രജൻ ആവണമെന്നില്ലല്ലോ. 1² 2² പൂരൊക്കെ ആവടി വരില്ലേ? അതുകൊണ്ടാണ് യു ആർ ഗോയിങ് ടു ഫോം എ general formula and from there you will go for energy അല്ലെങ്കിൽ spectral series എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ this is actually a shortcut to find the wavelength. Okay? So whenever ഇതാ ഒന്നുകൂടി കോൺസെപ്റ്റ് പറയാണ്. whenever an electron jumps from a higher energy to lower energy, it emits a radiation
or I can say photon whose energy is equal to the difference in the energy level. ഈ എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസുള്ള എനർജീന് തുല്യമായ എനർജി ആയിരിക്കും ഈ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോൺ ഉണ്ടാകുന്നത്. ക്ലിയർ? ഇതാണ് എത്രയും നേരം ഉണ്ട് രാമായണം പറഞ്ഞിരുന്നത് കേട്ടോ. ഇനി അപ്പോൾ നോക്കിയേ, അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ, ഞാൻ ഇ പി എന്ന് എഴുതിക്കുന്ന ഫോട്ടോൺ ആണ് കേട്ടോ, ഈസ് ഈക്വൽ ടു En2 മൈനസ് En1. എവിടെ നിന്നാണ് ചാടുന്നത്, എവിടേക്കാണ്. ക്ലിയർ ആയ? റൈറ്റ്. അപ്പോൾ En1ൻ്റെ ഇക്വേഷൻ എന്താ, -13.6 Z² ആയി. Z² ബൈ N², ഇവിടെ N2² എന്ന് എഴുതേണ്ടി വരും അല്ലേ, -13.6 Z² ഡിവൈഡഡ് ബൈ N1². ഇത് മൈനസ് ഈ ഇതൊന്ന് മാറ്റി അല്ലേ. നമ്മൾ ഇതേ വാല്യൂ ഇട്ടിട്ട് തന്നെയാണ് പ്രോബ്ലം ചെയ്തത്, പക്ഷെ അങ്ങനത്തെ നൂലാമാല വേണ്ടാന്ന്. റൈറ്റ്. അപ്പോൾ എന്താണ് എനർജി ഓഫ് ഫോട്ടോൺ, നമുക്ക് എന്ത് എഴുതാം, hc ബൈ ലാംഡ ഇസ് ഈക്വൽ ടു -13.6 Z² ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ വേണ്ട Z², ഈ 13 Z² കോമൺ അല്ലേ, അതിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ കണ്ടില്ലേ. റൈറ്റ്, ലെറ്റ്സ് ടേക്ക് 13.6 Z² കോമൺ ആക്കി എടുത്തുണ്ടാവും എന്താ, ഇത് പ്ലസ് അല്ലേ, അപ്പോൾ ഈ N1² ഫസ്റ്റ് വരും, N1² മൈനസ് 1/N2². നല്ല ഭംഗിയുള്ളൊരു ഇക്വേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ HCനെ ഞാൻ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, HCനെ ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയാണ് കേട്ടോ. സോ ദിസ് ബിക്കംസ് 1/λ, HC ഡിനോമിനേറ്ററിൽ വരും. റൈറ്റ്. ഇനി ശ്രദ്ധിച്ചേ, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഏത്, Z² കൂട്ടിയിട്ടല്ല കേട്ടോ, അതെങ്ങനെ വിട്ട് അങ്ങനെ എടുക്കാം. റൈറ്റ്, ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. Hൻ്റെ വാല്യൂ അറിയാം, Cൻ്റെ വാല്യൂ 13.6 ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ 1/λ ഇസ് ഈക്വൽ ടു R Z² 1/N1² മൈനസ് 1/N2² എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇസ് എ ഇക്വേഷൻ ബൈ വിച്ച് യു ക്യാൻ ഫൈൻഡ് the wavelength of an emitted photon for any atom for jumping from any level to any level. Right? N1 എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ പൊസിഷൻ. N2 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ. N2 നിന്നാണ് N1ലേക്ക്. N2 ഹയർ എനർജിയാണ് കേട്ടോ. ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഈ 1/λ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ വിച്ച് വിൽ ബി എമിറ്റഡ് വൈൽ an electron jumps from higher energy level to lower energy level with inside an atom whose atomic number is Z. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആറിന് വല്ല പേരുണ്ടോ? ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, റൈറ്റ്. ദാറ്റ് ആർസ് വാല്യൂ ഇസ് 1.09 ഇൻറ്റു 10⁻⁷ പെർ മീറ്റർ. ഇതിനെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റിഡ്ബർഗ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഷോർട്ട് കട്ട് ഉണ്ട്, ഇതിലെല്ലാം ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടെ. ഈ ആറിൻ്റെ വാല്യൂ കിട്ടും ഞാൻ കാർഡ് കട്ടിയോ. അപ്പോൾ ഞാൻ വിൽ ടെൽ യു ബിക്കോസ് യു ആർ ഫൈൻഡിങ് എ 1/λ, റൈറ്റ്. അപ്പോൾ 1/r വാല്യൂ കണ്ടുപിടിച്ച് നോക്കി. ഇത് എഴുതി വെക്കട്ടോ ഇപ്പോൾ. അതെവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞേ. റൈറ്റ് 1/r ഇസ് ഈക്വൽ ടു അറൗണ്ട് 911 ആംസ്ട്രോങ്. ഇത് പഠിച്ചോ. എപ്പോഴും 911 എഴുതണമെന്നില്ല കേട്ടോ. നമ്മളൊക്കെ ഇവിടെ കുറേ ജുഗാടൊക്കെ ഒപ്പിക്കും കേട്ടോ. നമ്മുടെ വാല്യൂവിനനുസരിച്ച് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ആണ് 1/rൻ്റെ വാല്യൂ 911 ആംസ്ട്രോങ് കേട്ടോ. സമച്ഛനീയായ. ഇനിയാണ് നമ്മുടെ സ്പെക്ട്രൽ സീരീസിലേക്ക് ഡീപ്പായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഓർമ്മ ഉണ്ടാകും. വി ആർ ഗോയിങ് ടു ഗോ ഫോർ സ്പെക്ട്രൽ സീരീസ് ഇൻ ഡീപ്പ്. സ്പെക്ട്രൽ സീരീസ് ഓട്ടെ ഓക്കെ. സ്പെക്ട്രൽ സീരീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമല്ല നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടെന്ന്. പഠിക്കുന്നത് ഇതൊന്നും ഉണ്ടാവും, എപ്പോഴെങ്കിലും പഠിക്കുമായിരിക്കും. അവിടെ സോ റൈറ്റ് ദ ഹെഡിങ് ആസ് സ്പെക്ട്രൽ സീരീസ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എനർജി ലെവലുകൾ വരയ്ക്കുകയാണ് കേട്ടോ. ഇത് ഹൈഡ്രജൻ വെച്ചിട്ട് പഠിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും പഠിക്കാം. റൈറ്റ്. സോ ദിസ് ഇസ് എനർജി ലെവൽസ്, റൈറ്റ്, ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഒബ്വിയസ്ലി, ഇൻ ഹൈഡ്രജൻ ആറ്റം. എക്സ് ആക്സിസിൽ നമ്മളെല്ലാം ലെവലുകൾ അല്ലേ. N1 എത്രയാണ് ഓർമ്മ ഉണ്ടാവും, -13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആരോ ഇവിടെ ഉണ്ടാകും നല്ലത്, റൈറ്റ്. ഇനി അടുത്തത് നല്ല ഗ്യാപ്പിൽ വരുമെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാകും. അപ്പോൾ N2 എത്രയാണ്, 2 ആണ്. അല്ലെങ്കിൽ വേണ്ട, N2 എന്ന് എഴുതണ്ട, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. N1 N2 എന്ന് എഴുതണ്ട, ജസ്റ്റ് വാല്യൂ ഇട്ടാൽ മതി, റൈറ്റ്. ഇങ്ങനെ എഴുതാം, അത് നല്ലത്.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മാതിരി എഴുതാം. n is equal to 1, its energy is minus 13.6. n is equal to 2, its energy is minus 3.4 electron volt. n is equal to 3, minus 1.51 electron volt. And n is equal to 4, minus 0.85 electron volt. 8 ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. ക്ലിയർ? പിന്നൊക്കെ വരുന്നതൊക്കെ ഇപ്പോൾ മീൻസ് എല്ലാം വാല്യൂ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇത്രയും മാക്സിമം n is equal to 5 കൂടി എഴുതാം. റൈറ്റ്? അങ്ങനെ പോയി ഇവിടെ ആയി കഴിഞ്ഞാൽ വെരി വെരി ക്ലോസ്. ഇതിപ്പോൾ ശരിയായില്ലല്ലോ അല്ലേ? 8 സെക്കൻഡ് 4 വള്ളായിഷ് 1 2 3. ഇത് n4, ഇത് n5ൻ്റെ ആട്ടാ. ഇത് 4, ഇത് 3, ഇത് 2, ഇത് 1 കേട്ടാ. അത് കളയായിരുന്നു. 5 വരയ്ക്കണ്ട വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് സ്പേസ് വരുന്നില്ല. 1 2 3 ഓണില്ലേ? ഓക്കെ റൈറ്റ്. ഇതാണ് ബെറ്റർ. ഉണ്ട് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ മാലപ്പടക്കന്മാർ ഇതിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇത്ര എഴുതണുള്ളൂ. റൈറ്റ്? ഇനിയുള്ള സീരീസുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. റൈറ്റ്? ക്ലിയർ? ഇപ്പോൾ ഇഫ് ദ ഇലക്ട്രോൺ ഈസ് ജമ്പിങ് ഫ്രം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദൂരം അല്ലേ? അവിടെയൊക്കെ എനർജി ലെവൽസ് വളരെ ക്ലോസ് ആയിരിക്കും. ദേ വിൽ ബി ഓവർലാപ്പിംഗ്. അവിടെ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാ. റൈറ്റ്? ആൻഡ് ഇൻഫിനിറ്റി ദ എനർജി വിൽ ബി 0. സോ വെൻ ദ ഇലക്ട്രോൺ ഈസ് ജമ്പിങ്, ഇവിടെ നിന്ന് വന്നിട്ട് ഗ്രൗണ്ട് ലൈറ്റ് ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാൻ പറ്റും ഇല്ലേ? അതേമാതിരി ഇങ്ങനെ ഇവിടെ നിന്ന് എൻ്റെ മീഡിയം, അതായത് ഇപ്പോൾ 5th 60 എന്നൊക്കെ ചാടാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ എഴുതാണ് കേട്ടോ. 4 തൊട്ട് 1 വരെ വീഴാം, 3 തൊട്ട് 2 വരെ 1 വരെ എഴുതാം, 2 തൊട്ട് 1 വരെ വരാം. റൈറ്റ്? ദാറ്റ് ഈസ് ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ലെവൽ എനർജി ലെവൽ ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ. അതേമാതിരി ഏത് ലെവലിൽ നിന്നും എങ്ങോട്ട് വീഴാം? ഫസ്റ്റ് ഗ്രൗണ്ട് ലെവലിൽ, അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് ലെവലിലേക്ക് വന്ന് വീഴാം. റൈറ്റ്? അങ്ങനെ വീഴുന്ന സീരീസ് അല്ലെങ്കിൽ അങ്ങനെ വീഴുമ്പോൾ, റൈറ്റ്, അല്ലെങ്കിൽ അങ്ങനെ വീഴുന്ന കണ്ടീഷൻസ് ഉള്ള സീരീസിനെയാണ് വി വുഡ് സേ ആസ് ലൈമാൻ സീരീസ്. Right? The series when we are considering when the electrons are falling from higher energy level to the right n, from higher to n1, അതായത് ഗ്രൗണ്ട് ലെവലിലേക്ക് വീഴുക എന്നുള്ളത്. ക്ലിയർ ആവുണ്ടെന്ന് പഠിക്കാൻ. ഇപ്പം നോക്കിയേ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതൊക്കെ ഈ 2 നിന്ന് 1ലേക്ക് വീഴണം. അത് എൻ്റെ ഫസ്റ്റ് ലൈമാൻ സീരീസാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. ഇത് സെക്കൻഡ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. ഇത് തേർഡ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് എന്നാണ് പറയുക കേട്ടോ. ക്ലിയർ? സോ ലൈമാൻ സീരീസ് എന്താണ്? ഈസ് എ സീരീസ് വിച്ച് ഇസ് ഡ്രോൺ or which is studied on the basis that the electrons are jumping from higher energy level to ground state. ക്ലിയർ? അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ മക്കളെ. സോ ഒരു ക്വസ്റ്റ്യൻ മാറ്റി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. Find the wavelength of the photon when electron is falling from second, n is equal to 2 എഴുതാം, n is equal to 2 to n is equal to 1. അതായത് ഫസ്റ്റ് ലൈമാൻ സീരീസിൻ്റെ വേവ് ലെങ്ത് ആണ് ചോദിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. യു ക്യാൻ ബി ട്വിസ്റ്റഡ് again. Either the question will be find the wavelength of the photon when electrons jump from second energy level to first level. അടുത്ത ചോദ്യം, what is the wavelength of the first line of Lyman series? സന്തോഷം അല്ലേ? Or you can just ask what happens when the electron jumps from second level to ground state, how much is the wavelength of the radiation അല്ലേ? എങ്ങനെയൊക്കെ ചോദിക്കാൻ നോക്കിയേ. റൈറ്റ്? അപ്പം നമ്മളതിന് വേണ്ടി നോക്കിയേ, n2 എന്താണ്, n1 എന്താണെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അല്ലേ? n1 എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് വീഴുന്നത്? അത് എത്രയാണ്? 1ലാണ്. ഗ്രൗണ്ടിലേക്കല്ലേ വീഴണേ? എവിടെ നിന്നാണ് വീഴുന്നത്? അതാണ് n2. ക്ലിയറായ? അപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷനിലേക്ക് പോവാം. ഏത്? ഏറ്റവും ബെസ്റ്റ് ഇക്വേഷൻ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ളതാണ്. r(z²) 1/n1² minus 1/n2². റൈറ്റ്? ഇനി വാല്യൂസ് ഇട്ട് നോക്കിയാൽ മക്കളെ. 1/λ is equal to r. z² അവിടെ ഞാനിവിടെ ഹൈഡ്രജനാണ് എടുക്കുന്നത് അല്ലേ?
അപ്പോൾ അതിന് 1 സ്ക്വയർഡ് എന്ന് എഴുതുന്ന ഓരോ റെസ്പെക്റ്റീവിന് ഇപ്പോൾ നിങ്ങൾ ഹീലിയം ആണ് അതിനനുസരിച്ച് അല്ലെങ്കിൽ ലിത്തിയം ആണെന്നൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഇടണം കേട്ടോ. 1/n1 സ്ക്വയർഡ് 1 സ്ക്വയർഡ് minus 1/2 squared, right? ക്ലിയർ ആവണ്ട? അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇത് ഇല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ കാൽക്കുലേഷൻ ആദ്യം എഴുതട്ടെ. 1/λ ഇസ് ഈക്വൽ ടു r 1 - 4 അല്ലേ, 4 - 1 3/4 എന്ന് വരും, 3/4r. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ലാംഡ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു 4/3. ഓർമ്മ ഉണ്ടാ ഞാൻ 1/r ഒരു ആംസ്ട്രോങ്ങിൽ വാല്യൂ പറഞ്ഞിരുന്നു 911 ഡിവൈഡഡ് ബൈ 4/3 അല്ലേ. അപ്പോൾ ഒന്ന് വെട്ടിച്ചുരുക്കി നോക്കിയാൽ മക്കളെ, ഇത്ര വരെ 3 കൊണ്ട് പോയാൽ 3, ദെൻ 0, 11 ആണെങ്കിൽ 3, 9, 20, റൈറ്റ്, 20 ആണെങ്കിൽ 6, 20 പിന്നെ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇൻറ്റു 4 അല്ലേ, റൈറ്റ്. ഇസ് ഈക്വൽ ടു 24, 2, 26, 2, 14, 1, 1, 2, റൈറ്റ്. ക്ലിയർ ആവണ്ട? ക്ലിയർ. പിന്നെ ഡെസിമൽ ഇട്ടിട്ടില്ലല്ലോ. സോ 1214 അല്ലെങ്കിൽ 1214.64 ആംസ്ട്രോങ് ആയിരിക്കും വരിക. ക്ലിയർ ആവണ്ട? ദിസ് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ വിച്ച് വിൽ ബി എമിറ്റഡ് in the case of hydrogen atom when the electron is jumping from second energy level to first energy level. ഇത് ഫിക്സഡ് ആണ് കേട്ടോ, പോയി കാണാപ്പാടം പഠിക്കണ്ട അത് എന്തായാലും. ക്ലിയർ ആവണ്ട? വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ വെൻ ദ എനർജി ലെവൽ ട്രാൻസിഷൻ ഈസ് ഫ്രം 2 to 1. ക്ലിയർ ആവണ്ട? റൈറ്റ്. ഇനി ഇതേമാതിരി നമുക്കൊരു കാര്യം ചെയ്തുകൂടെ? സപ്പോസ് ലൈമാൻ സീരീസിൻ്റെ സെക്കൻഡ് ലൈനിൻ്റെ കേസ് നോക്ക് കേട്ടോ. അതായത് n = 3 നിന്ന് n = 1 ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വീഴുകയാണെങ്കിൽ അഗെയിൻ 1/λ ഇസ് ഈക്വൽ ടു r(z) സ്ക്വയറിൻ്റെ അവിടെ 1 സ്ക്വയർ എഴുതും. 1/ എവിടേക്കാണ് വീഴുന്നത്? n1 സ്ക്വയർഡ് 1/1 സ്ക്വയർഡ് മൈനസ് 1/n2 സ്ക്വയർഡ് എന്താവും? 3 സ്ക്വയർഡ്, ദാറ്റ് ഇസ് 9 അല്ലേ. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു r 1 - 1/9. അപ്പോൾ എത്ര വരിക? 9 - 1 8/9 വരും അല്ലേ, റൈറ്റ്. ഇത് ഈക്വൽ ടു ആണ് കേട്ടോ, കൊണ്ട് മൈനസ് ചെയ്തല്ലേ. സോ ലാംഡ ഇസ് ഈക്വൽ ടു 9/8 ഇൻറ്റു 1/r. അപ്പോൾ 9/8 ഇൻറ്റു 911 ആംസ്ട്രോങ് എടുക്കാം, റൈറ്റ്. അപ്പോൾ 9 ഇൻറ്റു ഇത് എത്രയാണ്? 1, 11, 1, 31 വരെയാണെങ്കിൽ ഏതാണ്ട് 4, 32ൻ്റെ അടുത്തെടുത്തോ, റൈറ്റ്. സോ യു വിൽ ഗെറ്റ് 3, then 3, 12, 1026 ആംസ്ട്രോങ് എന്ന് വരും, റൈറ്റ്. ഞാൻ മനക്കടക്ക് ഇപ്പോൾ ഇങ്ങനെ സൈഡിലൊന്നും എഴുതാത്ത ആളാണ് കേട്ടോ, അത്രയ്ക്ക് കോംപ്ലക്റ്റ് വരുമ്പോൾ ഞാൻ മാത്രമേ ചെയ്യുള്ളൂ. സോ യു വിൽ ഗെറ്റ് ദിസ് മച്ച് ആംസ്ട്രോങ് വേവ് ലെങ്ത് ആണ് ഫോട്ടോൺ ഉണ്ടാവുക ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ വെൻ ദ ഇലക്ട്രോൺ ഈസ് ജമ്പിങ് ഫ്രം തേർഡ് എനർജി ലെവൽ ടു ഫസ്റ്റ് എനർജി ലെവൽ. ക്ലിയർ ആവണ്ട? അപ്പോൾ നോക്കിയേ, ഇത് തേർഡ് സെക്കൻഡ് അല്ലേ. എത്രയായിരുന്നു? ലാംഡ 2 to 1 ഒരു 1214 ആംസ്ട്രോങ് ആണ് അല്ലേ. നോക്കിയടൂ, അതായത് ഇപ്പോൾ പടം ഞാൻ അങ്ങോട്ട് പോകണില്ല, ഇതായിരുന്നു എന്താ നമ്മുടെ n2, അതിൽ നിന്ന് n1ലേക്ക് വന്ന വേവ് ലെങ്ത്ത്, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത് എത്രയാണ്? 1214. n3യിൽ നിന്ന് വന്നപ്പോൾ എത്ര വേവ് ലെങ്ത്ത്? 1026 അല്ലേ. നല്ല വ്യത്യാസമല്ലേ? അതായത് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് എന്നാണ് പറയുന്നത്, ഒരു റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് 1214 ആണെങ്കിൽ അടുത്ത റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് 1026 ആണ്. ഇതിൻ്റെ ഇടയിൽ എന്തോരം വേവ് ലെങ്ത്ത് വരാമായിരുന്നു അല്ലേ? 1027, 1028, 1214ൻ്റെ അടുത്ത് 1210, അങ്ങനെയൊക്കെയുള്ള കുറേ വാല്യൂസ് ഉണ്ടായിരുന്നു അല്ലേ. ദാറ്റ് മച്ച് വാല്യൂസ് നോട്ട് അറ്റ് ഓൾ സീൻ അല്ലേ. സോ യു ആർ ഗെറ്റിംഗ് എ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേവ് ലെങ്ത്തുകളാണ് ഉണ്ടാവുന്നത്. ക്ലിയർ? സോ ഐ ക്യാൻ സേ എനി സ്പെക്ട്രൽ സീരീസ് ഇസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് വേവ് ലെങ്ത്. ക്ലിയർ ആവണ്ട? ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിൻ്റെ ഒരു കളക്ഷനാണ് സ്പെക്ട്രൽ സീരീസ് എന്ന് പറയുന്നത്. ഇതേമാതിരി വേറെ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ലാംഡ 3യിൽ നിന്ന് 1ലേക്ക് പോകാമെന്ന് വെച്ചാൽ, ഇത് റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇത് കേസ് മനസ്സിലായില്ല. ഇനി 4ൽ നിന്ന് നെക്സ്റ്റ് 4ൽ നിന്നല്ലേ വരാനുള്ളത്. 4ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ, ഏതാണ്ട് 960 ആംസ്ട്രോങ് അങ്ങോട്ട് വരിക, റൈറ്റ്. അപ്പോൾ എന്താ ഇതേ ലെവലിൽ നിന്ന് ഐശ്വര്യ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പോഴും എന്താ സ്പെക്ട്രൽ സീരീസിൻ്റെ വേവ് ലെങ്ത് മാറിയത് കണ്ട.
ക്ലിയർ ആവുമെന്ന് വിചാരിക്കണേ, റൈറ്റ്? അപ്പോൾ ഓരോ പ്രാവശ്യവും ട്രാൻസിഷൻ വരുമ്പോൾ പല പല വാല്യൂസാണ്. ഇനി ഇതിൻ്റെ വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, റൈറ്റ്? കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, മൂന്നാമത്തെ എനർജി ലെവൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ E3 ആണെന്ന് വിചാരിക്കുക. മീൻസ് E3 തൊട്ട് E1, ഇവിടെ E2 തൊട്ട് E1 അല്ലേ, തലതിരിഞ്ഞില്ല. ഇവിടെ E4 തൊട്ട് E1. ഈ ഒരു ഓർഡർ പോട്ടെ, സാരല്ലേ. ഓക്കെ, E2 തൊട്ട് E1 എനർജി കുറവല്ലേ, വ്യത്യാസം കുറവല്ലേ. E2 തൊട്ട് E1 തൊട്ടടുത്തല്ലിടും, റൈറ്റ്? എന്നാൽ E3 തൊട്ട് E1 അതിനേക്കാളും കുറച്ചും കൂടി എനർജി ഡിഫറൻസ് കൂടുതലാണ് അല്ലേ, സ്ലൈറ്റ്ലി. സ്ലൈറ്റ്ലി, അതിന് ഞാൻ എന്തെന്ന് പറയാം, ഇങ്ങനെ സ്ലൈറ്റ്ലി എന്ന് നമ്മൾ ഉദ്ദേശിക്കണം കേട്ടോ, സ്ലൈറ്റ്ലി, റൈറ്റ്? പക്ഷേ E4 ടു E1 ഏറ്റവും ഹയസ്റ്റ് അല്ലേ. or I can say എഴുതാണെങ്കിൽ E4 to E1 is greater than E3 to E1 is greater than E2 to E1 അല്ലേ. ഇത്രയും ട്രാൻസിഷൻ എനർജി കുറവല്ലേ. 4 നിന്ന് 1 വരുമ്പോഴുള്ള എനർജി സെക്രീഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ട എനർജി കൂടുതലായിരിക്കണം. ഇജക്ഷൻ 3 നിന്ന് 1 പോകുമ്പോൾ കൂടുതൽ പുറത്തേക്ക് പോകണം. ക്ലിയർ ആവണ്ട. അതേമാതിരി 2 നിന്ന് 1 പോകുമ്പോഴും കൂടുതൽ പുറത്തേക്ക് പോകണം അല്ലേ. അപ്പം പക്ഷെ നോക്കിയിടൂ, ഇപ്പുറത്തേക്ക് നോക്കി, 4 നിന്ന് 1 പോകുമ്പോൾ വേവ് ലെങ്ത് കുറവാ. അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടല്ലോ 3 നിന്ന് 1 പോകുമ്പോൾ. അതിനേക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ, 2 നിന്ന് 1 പോകുമ്പോഴാണ്. ഒന്നുകൂടി റേഞ്ച് എഴുതാണെങ്കിൽ വേവ് ലെങ്ത് തലതിരിയെന്ന് പറയാം. വേവ് ലെങ്ത് ഫ്രം 4 to 1 is less than വേവ് ലെങ്ത് ഫ്രം 3 to 1 less than വേവ് ലെങ്ത് ഫ്രം 2 to 1. അപ്പോൾ എനർജി കൂടുതലുള്ള സമയത്ത്, ഡിഫറൻസ് കൂടുതലുള്ള സമയത്ത് ലൈറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു പോയിൻ്റായിട്ട് എനിക്ക് എന്താ എഴുതാം, സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഉള്ള എമിഷൻ എപ്പോഴാണ് ഉണ്ടാവുക, വെൻ യു ആർ ഹാവിങ് ലാർജസ്റ്റ് ട്രാൻസിഷൻ. ലാർജസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താടോ, 4 to 1. അപ്പോൾ 16,000th ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക്. അപ്പോഴാണ് ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ഉണ്ടാവുക. ഓർ ഹയ്യസ്റ്റ് വേവ് ലെങ്ത്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് എപ്പോഴാണ് വരിക, തൊട്ടപ്പുറത്തുനിന്ന് ചാടി വീഴാണെങ്കിൽ. ദാറ്റ് ഈസ് സ്മോളസ്റ്റ് ട്രാൻസിഷൻ. ക്ലിയർ? ദാറ്റ് ഈസ് ഹൗ മച്ച് ചേഞ്ച് ദ എനർജി ഈസ് ഡിഫറൻസസ്. എനർജി ഡിഫറൻസ് എത്രത്തോളം കൂടണോ, ലെവലുകൾ തമ്മിൽ എനർജി ഡിഫറൻസ് എത്രത്തോളം കൂടണോ അത്രയും വേവ് ലെങ്ത് കുറവായിരിക്കും. ക്ലിയർ? പിന്നെ ലൈമാൻ സീരീസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ UV റേജിയനിൽ വരുന്നതാണ് കേട്ടോ അതിൻ്റെ വേവ് ലെങ്ത്തുകളെല്ലാം. ക്ലിയർ ആവണ്ട. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ് ബാൾമർ സീരീസ് എന്ന് പറയും, റൈറ്റ്? ബാൾമർ സീരീസ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിസിബിൾ റീജിയനിൽ വരുന്നതാണ്. ഇതാണ് ഏറ്റവും ആദ്യം ശരിക്കും കണ്ടുപിടിച്ചത്. ബാൾമറാണ് ഏറ്റവും ആദ്യം വിസിബിൾ റീജിയനിലുള്ളതാണ് കണ്ടത്. അതിന് ശേഷമാണ് ഈ ലൈമാനെ കണ്ടുപിടിച്ചിട്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് സീരീസ് വിച്ച് വാസ് ആക്ച്വലി ഫൗണ്ട്, റൈറ്റ്? അപ്പോൾ ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, വെൻ ദ ഇലക്ട്രോൺ ഈസ് ഫ്ലോളിങ് ഫ്രം ഹയർ എനർജി ലെവൽ, ദാറ്റ് ഈസ് n ഇൻഫിനിറ്റി ആകാം, എന്ത് വരെ വരാം, 3 വരെ വരാം, തൊട്ട്, റൈറ്റ്? ഓൾ ദ ഇലക്ട്രോൺസ് ഫ്രം ഹയർ എനർജി ലെവൽ, right, if they are jumping to the second energy level, ground alla ta, first energy level alla idu ground alla, that is it is falling to the second energy level. adayithu nammal ingane varakkaanenge, ini njan difference onnu varakkan nikkulla ta, right? idana n is equal to 2. appo ee level in ingane vara, ingane, right? This type of transition is known as Balmer series. clear aya, right? സോ ബാൾമർ സീരീസാണ് രണ്ടാമത്തെ സീരീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത അതേമാതിരത്തെ സീരീസ് എന്താണ് നിങ്ങളുടെ റൈറ്റ്, ദാറ്റ് ഈസ് പാസ്റ്റൻ സീരീസ്. റൈറ്റ്? അതേമാതിരി n ഇൻഫിനിറ്റി ആവാം, തൊട്ട് 4 വരെ. എന്നിട്ട് എന്തിലേക്ക് വീഴണേ, 2n = 3, മൂന്നാമത്തെ എനർജി ലെവലിലേക്ക് വീഴാം. അതേമാതിരി ബ്രാക്കറ്റ് സീരീസ്, ഇതൊരു ലോ IR റേഡിയേഷൻസ് ഉള്ളതാണ് കേട്ടോ. ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത്താണ് ഇതിനുണ്ടാവുക. എനിവേസ് ബ്രാക്കറ്റ് സീരീസ്, റൈറ്റ്? n ഫ്രം ഇൻഫിനിറ്റി ടു 5 തൊട്ട് ഏതാ, n = 4 എനർജി ലെവൽ വരെ വീഴാം. ക്ലിയർ ആവണ്ട, റൈറ്റ്? അതേമാതിരി ഫണ്ട്
സീരീസ് റൈറ്റ് n is equal to ഇൻഫിനിറ്റി തൊട്ടിട്ട് 6 തൊട്ടിട്ട് അല്ലേ എവിടെ തരഞ്ഞല്ലോ ബ്രാക്കറ്റ് സീരീസ് ക്വസ്റ്റ്യൻ അതന്നെ ശരിയാണ്. അപ്പോൾ ഏത് ലെവലിലേക്ക് വീഴുക ടു n is equal to 5 അല്ലേ ഇതും IRലാടാ. ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹാംഫറി സീരീസ് റൈറ്റ് ഹംഫറി എന്ന് പറയും ചില സമയത്ത് ഹംഫറി സീരീസ് റൈറ്റ് n is equal to ഇൻഫിനിറ്റി കേട്ടോ. ഏഴാമത്തെ തൊട്ടിട്ട് എന്നെ എന്തിലേക്ക് വീഴണേ 6th എനർജി ലെവലിലേക്ക് വീഴുകയാണെങ്കിൽ ക്ലിയർ ആവുണ്ടോ റൈറ്റ്. ഇത്രയും സീരീസാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് ക്ലിയർ റൈറ്റ്. അപ്പോൾ നോക്കിയേ അയ്യോ ഒരു അതൊന്ന് സൈഡിലിരിക്കട്ടെ കാണുന്നു വിചാരിക്കണം. ബാമറൊന്ന് കാണണമെന്നേ ഉള്ളൂ റൈറ്റ്. ബാമർ ചേട്ടൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. ബാമറിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണ് ഉണ്ടാവുക ലാർജസ്റ്റ് ട്രാൻസിഷൻ വരുമ്പോൾ അല്ലേ. ഒന്നുകൂടി നോക്കിയേ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ലാർജസ്റ്റ് ട്രാൻസിഷൻ. അപ്പോൾ ഏറ്റവും മിനിമം വേവ് ലെങ്ത് വരിക ഇൻഫിനിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ് കിട്ടുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മിനിമം എന്ന് എഴുതാം. അപ്പോൾ പ്രശ്നമില്ലല്ലോ മിനിമം റൈറ്റ്. എന്നാൽ വേവ് ലെങ്ത് എപ്പോഴാണ് മാക്സിമം വരിക വെൻ ദ ട്രാൻസ്മിഷൻ ഈസ് ഫ്രം ജസ്റ്റ് എബവ് എന്ന് പറഞ്ഞാൽ എന്താടോ തേർഡ് നിന്ന് 2ലേക്ക് വരുമ്പോഴാണ് മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക. അതായത് സ്മോളസ്റ്റ് ട്രാൻസിഷൻ ക്ലിയർ. ഇത് ഫസ്റ്റ് റൈറ്റ്. ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നത് കുഴപ്പമില്ലല്ലോ റൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കായിട്ടാണ് നിങ്ങൾ എടുക്കുക കേട്ടോ. അതായത് നമ്പർ ഓഫ് യുണീക്ക് സ്പെക്ട്രൽ ലൈൻസ് റൈറ്റ്. അതായത് നമ്പർ പേനെടുത്തില്ലേ നമ്പർ ഓഫ് യുണീക്ക് സ്പെക്ട്രൽ ലൈൻസ് ഓർ നമ്പർ ഓഫ് ഇങ്ങനെയൊക്കെ വയ്ക്കാം യുണീക്ക് ട്രാൻസിഷൻസ് ഓർ നമ്പർ ഓഫ് യുണീക്ക് വേവ് ലെങ്ത്. ഇങ്ങനെ തന്നെ ഹെഡിങ് എഴുതി വെച്ചോട്ടോ. ഇങ്ങനൊന്നും എക്സാക്റ്റ് ടോപ്പിക് നിങ്ങളുടെ NCERT-യിലില്ല. പക്ഷേ ഇതിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് കണ്ടു NCERT-ൻ്റെ ബാക്ക് സൈഡിലെ ക്വസ്റ്റ്യൻസിലെ റൈറ്റ്. സോ അത് നിങ്ങൾക്ക് ഫോർമുലായിട്ട് പഠിക്കില്ല നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണ് ഈ കുന്ത്രാണ്ടം എന്നറിയണ്ടേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എടുക്കാം. ഇത് n is equal to 3 ആണെന്ന് വിചാരിക്കട്ടോ. ഇത് n is equal to 2, ഇത് n is equal to 1 ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ n is equal to 3ന്ന് n is equal to 1ലേക്ക് ജമ്പ് ചെയ്യണമെന്ന് വിചാരിക്കണം. ഇലക്ട്രോണിന് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒന്നെങ്കിൽ n-ന്ന് 3ന്ന് 1ലേക്ക് ജസ്റ്റ് ഒറ്റ ചാട്ടത്തിൽ പോരാം. അല്ലെങ്കിൽ ഒന്ന് ഇതിലേക്ക് ചാടിയിട്ട് പിന്നെ ഇങ്ങോട്ട് ചാടിയാൽ മതി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് റൈറ്റ്. either to reach the electron to reach from the third level to ground level it can just jump once ഒരൊറ്റ പ്രാവശ്യം ചാടിയിട്ട് എത്താം. അല്ലെങ്കിൽ 2 പടി. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പോവില്ലേ അപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് യൂസ് ചെയ്യാമെന്ന് പറയും. അതായത് ഒറ്റ സ്ഥലത്ത് എത്തല്ലെങ്കിൽ വേറെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രണ്ടാമത് ഫ്ലൈറ്റ് പിടിച്ച് പോവുക. അതാണ് ഇവിടെ ചെയ്യണത് അല്ലേ. 3-ന്ന് 2ലേക്ക് പോയി പിന്നെ 2-ന്ന് 1ലേക്ക് പോയി. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് പിടിക്കുക കേട്ടോ. ഇതിൽ കൂടുതൽ എക്സാമ്പിൾ നന്നായി പറയാൻ പറ്റില്ല കേട്ടോ റൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുമ്പോൾ എന്താ ഒരെണ്ണം ഉണ്ട്. ഒരു സ്പെക്ട്രൽ ലൈൻ ഒന്നുമല്ലേ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റൂട്ട് എടുത്താൽ എന്താ ഒരു സ്പെക്ട്രൽ ലൈൻ ഇതും ഒരു സ്പെക്ട്രൽ ലൈൻ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എത്രയാണ് വന്നിട്ടുള്ളത് സ്പെക്ട്രൽ ലൈൻസ് ഈസ് 3. അല്ലെങ്കിൽ എനിക്ക് പറയാം എന്താ യുണീക്ക് ട്രാൻസിഷൻസ് എത്ര ഉണ്ടായിട്ടുണ്ട് 3 ട്രാൻസിഷൻ വരെ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്പർ ഓഫ് യുണീക്ക് വേവ് ലെങ്ത്തുകൾ എത്ര വന്നിട്ടുണ്ട് 3 വേവ് ലെങ്ത്തുകളെ വരുന്നുള്ളൂ. ക്ലിയർ ആവണ്ടാ. ഇതേമാതിരി വേറെ എക്സാമ്പിൾ എടുത്തേ. n is equal to 4 ന്ന് n is equal to 1 വരെ ട്രാൻസിഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക. ഒന്ന് ടിഷ്യൂ എന്ന് പറഞ്ഞ ചാടി അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ചാടി ഇതിങ്ങനെ ചാടി അല്ലേ. പിന്നെ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ എന്താ ഓരോ പ്രാവശ്യം നിന്ന് പോരാ. ക്ലിയർ ആവണ്ട. ഇങ്ങനെ പടം വരയ്ക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ എണ്ണി നോക്കിയാൽ ഇനി. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഇത് 4-ന്ന് 1ലേക്ക് വന്നത്. ഇത് 4-ന്ന് ഒരെണ്ണം കേട്ടോ. 4-ന്ന് 3ലേക്ക് പിന്നെ 3-ന്ന് 1ലേക്ക് അല്ലേ. 3 എണ്ണമായ അപ്പോൾ തന്നെ ഇവിടെ നോക്കിയേ 4-ന്ന്
ഇതെത്ര 3-ലേക്കല്ലേ വരുന്നത്, അല്ല സോറി 2-ലേക്ക് അത് വേണം. പക്ഷേ ഇത് നോക്കട്ടാ. സോ യു ഹാവ് ടു കൗണ്ടഡ് 1 2 3 and 4, റൈറ്റ്. ആൻഡ് ദിസ് ഇസ് ഫ്രം 2 to 1 then 5. പക്ഷേ എൻ്റെ മക്കളെ നെക്സ്റ്റ് വരുന്നത് 4-ന്ന് 3-ലേക്കല്ലേ, അതല്ല ഇവിടെ എണ്ണി വെച്ചിരിക്കണേ. അപ്പോൾ ഇത് എണ്ണാൻ പറ്റുമോ? ഇല്ല, റൈറ്റ്. പിന്നെ എന്താ കിടക്കണേ? ഇത് ഏതാ? 3-ന്ന് 2, അതെവിടെയെങ്കിലും എണ്ണിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെണ്ണാം, റൈറ്റ്. അതേമാതിരി ഇതെന്താടോ? ദിസ് ഇസ് ഫ്രം 2nd to 1st ലെവൽ, അതല്ല ഇവിടെ എണ്ണി വെച്ചിരിക്കണേ. അപ്പോൾ ഇതും എണ്ണാൻ പറ്റില്ല. അപ്പോൾ എത്ര എണ്ണം എണ്ണാം? 1 2 3 4 5 6, റൈറ്റ്. സോ നമ്പർ ഓഫ് ട്രാൻസിഷൻ n എന്നല്ല എത്രയാ? 6. ഇനി ഇത് കഷ്ടപ്പാടല്ലേ, ഓരോന്നിങ്ങനെ വരയ്ക്കാൻ പറ്റൂ. 7ാമത്തെ എനർജി ലെവലിൽ നിന്നാണ് താഴേക്ക് വേണമെന്ന് മാന നോക്കിയിരിക്കേണ്ടി വരും അല്ലേ. സോ റൈറ്റ് എ ജനറൽ ഫോർമുല ഫോർ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്, ദറ്റ് ഈസ് n2 minus n1 n2 minus n1 plus 1 divided by 2, റൈറ്റ്. ഇപ്പോൾ 4-ന്ന് 1-ലേക്ക് ആണെങ്കിൽ 4 - 1 4 - 1 + 1 ഡിവൈഡ് ബൈ 2. ഈ 1 ക്യാൻസലായി. 3 × 4 12/2 6 കിട്ടിയ ആൻസർ. സെയിം ആൻസർ കിട്ടിയില്ലേ? ജസ്റ്റ് മക്ക് അപ്പ് ദിസ് ഇക്വേഷൻ, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അല്ലെങ്കിൽ ഇരുന്നിട്ട് ഇപ്പോൾ 12ാമത്തെ എനർജി ലെവലിൽ നിന്ന് 3ാമത്തെ എനർജി ലെവലിലേക്ക് ഇരുന്ന് പടം വരച്ചുണ്ടാക്കേണ്ടി വരും. അതിൽ എന്തൊക്കെ എടുക്കണം എന്ന് ആലോചിക്കേണ്ടി വരും. ക്ലിയർ? സോ ബെറ്റർ ബൈ ദിസ് മെത്തേഡ്.